ദേശീയപാത 66 ഉൾപ്പെട്ട മൂത്തകുന്നം പാലത്തിന് സുരക്ഷാ ഭീഷണിയെന്ന് ആക്ഷേപം. നിർമ്മാണം പുരോഗമിക്കുന്ന പാലത്തിന്റെ തൂണുകളിൽ ഒന്ന് താഴ്ന്നതായുള്ള വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. അന്നമനട മേലടൂരിൽ പത്രവിതരണക്കാരനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി റിമാൻഡിലേക്ക്. വലിയപറമ്പ് സ്വദേശി പനവടലി വീട്ടിൽ തപസ്വേലു എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിമാരക രാസലഹരിയായ ചൈന വൈറ്റ് ഹെറോയിനുമായി 2 പേർ കൊച്ചിയിൽ എക്സൈസ് പിടിയിലായി. 16 ഗ്രാം ഹെറോയിനും 1 ഗ്രാം MDMAയും 30 ഗ്രാം കഞ്ചാവും ഇവരിൽ നിന്ന് പിടികൂടി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കൊടുങ്ങല്ലൂരിലെ ദേശീയപാത 66 ഉൾപ്പെട്ട മൂത്തകുന്നം പാലത്തിന് സുരക്ഷാ ഭീഷണിയെന്ന് ആക്ഷേപം. നിർമ്മാണം പുരോഗമിക്കുന്ന പാലത്തിന്റെ തൂണുകളിൽ ഒന്ന് താഴ്ന്നതായുള്ള വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥ സംഘം പാലം സന്ദർശിച്ചതും പിന്നീട് നിർമ്മാണം നിർത്തിവെച്ചതും ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മൂത്തകുന്നത്ത് നിന്നും വലിയ പണിക്കൻ തുരുത്തിലേക്കുള്ള പാലത്തിന്റെ 2ാം തൂണിലാണ് അപാകത സംശയിക്കുന്നത്. ഇത് സംബന്ധിച്ച് നാട്ടുകാരും സംശയം ഉന്നയിച്ചതിനിടെ ഉദ്യോഗസ്ഥ സംഘം പാലം സന്ദർശിച്ചതും പിന്നീട് നിർമ്മാണം നിർത്തിവെച്ചതും ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെയും പാലത്തിന്റെ നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ വിദഗ്ധ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. എന്നാൽ നിർമ്മാണ തകരാറില്ലെന്ന് വിദഗ്ധ സംഘം പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. മൂത്തകുന്നം ഇടപ്പിള്ളി റീച്ചിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിട്ടുള്ളത് ഓറിയന്റൽ സ്ട്രക്ചറൽ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. നിലവിലുള്ള പാലത്തിൽ പടിഞ്ഞാറ് ഭാഗത്താണ് പുതിയ പാലം നിർമ്മാണം നടക്കുന്നത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. അന്നമനട മേലടൂരിൽ പത്രവിതരണക്കാരനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി റിമാൻഡിലേക്ക്. വലിയപറമ്പ് സ്വദേശി പനവടലി വീട്ടിൽ തപസ്വേലു എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നാടിനെ ഞെട്ടിച്ച കൊലപാതക ശ്രമത്തിന് പിന്നിലുള്ളയാൾ ഒടുവിൽ അഴിക്കുള്ളിലേക്ക്. മേലടൂർ ജംഗ്ഷനിൽ വെച്ച് മേലടൂർ സ്വദേശിയെ മാരകായുധം ഉപയോഗിച്ച് വെട്ടിപ്പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. വലിയപറമ്പ് സ്വദേശി പനവടലി വീട്ടിൽ 37 വയസ്സുള്ള തപസ്വേലു എന്നയാളെയാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. കഴിഞ്ഞ ജനുവരി 24-ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. മേലടൂർ സ്വദേശി പ്ലാശ്ശേരി വീട്ടിൽ വർഗീസിനെയാണ് പ്രതി വാക്കത്തി പോലുള്ള മാരകായുധം ഉപയോഗിച്ച് ആക്രമിച്ചത്. ആക്രമണത്തിനിടെ വർഗീസ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പ്രതി പിന്തുടർന്ന് ചെന്ന് തടഞ്ഞു നിർത്തി വെട്ടി ഗുരുതര പരിക്കേൽപ്പിക്കുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് വർഗീസിന്റെ ഭാര്യ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് മാള പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിരിക്കുന്നത്. അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ പ്രതിയെക്കുറിച്ച് യാതൊരുവിധ സൂചനകളും ലഭ്യമായിരുന്നില്ല. അന്വേഷണ സംഘം വിവിധ ടീമുകളായി തിരിഞ്ഞു നടത്തിയ പരിശോധനകളിൽ ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും വിശകലനം ചെയ്തുകൊണ്ട് നടത്തിയ കൃത്യമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ വലയിലാക്കിയത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ചു തെളിവെടുപ്പ് നടത്തി. തപസ്വേലു മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു അടിപിടി കേസിലെ പ്രതിയാണ്. മാള പോലീസ് സ്റ്റേഷൻ SHO സജിൻ ശശി, SI റഷീദ്, GSI KR സുധാകരൻ, GASI നജീബ്, സ്ക്വാഡ് അംഗങ്ങളായ ES ജീവൻ, K കൃഷ്ണദാസ്, തൃശൂർ റൂറൽ ഡാൻസാഫ് അംഗങ്ങളായ GSI-മാരായ സതീശൻ മടപ്പാട്ടിൽ, PM മൂസ, P ജയകൃഷ്ണൻ, GSI-മാരായ AU റജി, സൂരജ് വി ദേവ്, ഷിജോ തോമസ്, CPO ശ്രീജിത്ത് എന്നിവരാണ് പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. മീഡിയ ടൈം, മാള. അതിമാരക രാസലഹരിയായ ചൈന വൈറ്റ് ഹെറോയിനുമായി 2 പേർ കൊച്ചിയിൽ എക്സൈസ് പിടിയിലായി. 16 ഗ്രാം ഹെറോയിനും 1 ഗ്രാം MDMAയും 30 ഗ്രാം കഞ്ചാവും ഇവരിൽ നിന്ന് പിടികൂടി. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ സിജോ വർഗീസും സംഘവുമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. അതിമാരക രാസലഹരിയായ ചൈന വൈറ്റ് ഹെറോയിനുമായി 2 പേർ കൊച്ചിയിൽ എക്സൈസ് പിടിയിലായി. കബൂത്തർ ബായി എന്നറിയപ്പെടുന്ന ജഹീദുൽ ഇസ്ലാം, റംസാൻ അലി എന്നിവരാണ് പിടിയിലായത്. ഇരുവരും ആസാം സ്വദേശികളാണ്. കോളേജ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ ലഹരി വിൽപ്പനയെന്ന് എക്സൈസ് പറഞ്ഞു. 14 ഗ്രാം ഹെറോയിനും 1 ഗ്രാം MDMAയും 30 ഗ്രാം കഞ്ചാവും ഇവരിൽ നിന്ന് പിടികൂടി. ലഹരി വിൽപ്പനയിലൂടെ സമാഹരിച്ച 2,85,000 രൂപയും പിടിച്ചെടുത്തു. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ സിജോ വർഗീസും സംഘവുമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മീഡിയ ടൈം, കൊച്ചി. ലോട്ടറി കടകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തുന്നയാളെ ഭാഗ്യം കടാക്ഷിച്ചു. അതേ ഭാഗ്യം കൊണ്ട് തന്നെ ഒടുവിൽ ഇയാൾ പിടിയിലുമായി. പത്തനംതിട്ട ആനപ്പാറ ബിജു എന്ന 54-കാരനാണ് പട്ടാമ്പി പോലീസിന്റെ പിടിയിലായത്. ഒട്ടേറെ മോഷണ കേസുകളിൽ പ്രതിയാണ് ബിജു. ഡിസംബർ 21-ന് പട്ടാമ്പിയിലെ സൗമ്യ ലോട്ടറി ഏജൻസീസ് കുത്തി തുറന്ന് ലോട്ടറി മോഷ്ടിച്ചിരുന്നു. ഇതിൽ സമ്മാനവും അടിച്ചു. മോഷ്ടിച്ച ലോട്ടറിയിൽ സമ്മാനമുണ്ടായിരുന്നവ കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലാണ് പ്രതി മാറ്റി പണമാക്കിയത്. മോഷണം പോയ ലോട്ടറി പണമാക്കാൻ കൈമാറ്റം ചെയ്തതോടെ മോഷ്ടാവ് പോലീസിന്റെ പിടിയിലുമായി. ഇയാൾ പണവും മോഷ്ടിച്ചിരുന്നു.
ചെറുപ്പം മുതൽ ലോട്ടറി എടുക്കുന്നത് ശീലമാക്കിയിരുന്ന പ്രതി അതിനു കഴിയാതെ വന്നതോടെയാണ് ലോട്ടറി മോഷണം ആരംഭിച്ചത്. കണ്ണൂർ, എറണാകുളം, മലപ്പുറം, കൊല്ലം ജില്ലകളിൽ പ്രതിക്കെതിരെ മോഷണ കേസുകളുണ്ട്. മീഡിയ ടൈം, തൃശൂർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. പുലയ സമൂഹത്തിന്റെ അവകാശബോധത്തിലൂന്നിയാണ് KPMS എക്കാലവും നിലപാട് സ്വീകരിച്ചിട്ടുള്ളതെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ. KPMS മാള യൂണിയൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ വേദിയിൽ പറഞ്ഞതുപോലെ നിലപാട് കൊണ്ട് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ തലയുയർത്തിയിരിക്കുകയാണ്. വിട്ടുവീഴ്ചയിലില്ലാതെ അത് ആര് മിത്രമാവും ആര് ശത്രുവാകും, സർക്കാരോ സമൂഹമോ, അതൊന്നും നമ്മുടെ പരിഗണനാ വിഷയങ്ങളല്ല. കേരളത്തിൻ്റെ പൊതുമണ്ഡലം അപകടപ്പെടുന്ന ഘട്ടങ്ങളിലല്ല ഒരു തിരുത്തൽ ശക്തിയായി, അതിലൊരു വഴിതെളിക്കുന്ന ശക്തിയായി KPMS നിലകൊള്ളുന്നു എന്നതാണ് വർത്തമാനകാല KPMSന്റെ പ്രതാപവും ഭാവിയും. അതിനെ അങ്ങനെ നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ ഇവിടെ വരുമ്പോൾ നമ്മുടെ പഴയ ആളുകളാണെങ്കിൽ കൂടുതലുള്ളത് കാലങ്ങളായി കാണുന്ന മുഖങ്ങൾ ഇപ്പോഴും ആവേശം നഷ്ടപ്പെടാത്ത സമ്മേളനത്തിൽ അണിനിരന്നത്. അപ്പോൾ ഇവിടുത്തെ ഡെലിഗേറ്റ്സ് എത്രയാണ് എന്ന് നോക്കിയപ്പോൾ എൻ്റെ 60 വരുന്നത്. പക്ഷെ ഞാനിവിടുന്ന് എണ്ണി നോക്കിയപ്പോൾ 100-നടുത്ത് ആൾക്കാരുണ്ട്. നമ്മളിപ്പോൾ സൗഹാർദ്ദ പ്രതിനിധികളൊന്നും അനുവദിക്കുന്നില്ല. തിരഞ്ഞെടുക്കപ്പെട്ട അതിൻ്റെ അനുപാതമനുസരിച്ചുള്ള പ്രതിനിധികൾ മാത്രമാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഭരിക്കുന്ന പാർട്ടിയുടെ നിലപാടുകൾക്കനുസരിച്ച് സംഘടനാ നിലപാടിൽ വെള്ളം ചേർത്തിട്ടില്ല. ഇത്തവണ സഭയുടെ സംസ്ഥാന സമ്മേളനത്തെ രാഷ്ട്രീയ പാർട്ടികൾ കാര്യമായാണ് വീക്ഷിക്കുന്നതെന്നും പുന്നല ശ്രീകുമാർ പറഞ്ഞു. VK ബാബു അധ്യക്ഷനായ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് PA അജയ് ഘോഷ്, TA വേണു, ശാന്ത ഗോപാലൻ, സന്ധ്യ മനോജ്, NK പ്രേമവാസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. AKTA അന്നമനട ഏരിയ കൺവെൻഷൻ അഷ്ടമിച്ചിറയിൽ നടന്നു. പ്രസിഡന്റ് PD സേവ്യറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൺവെൻഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് തെറാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലകൊണ്ടാണ് ആ രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ടൈലർ ടച്ച് വസ്ത്രങ്ങൾ എല്ലാ തൊഴിലാളികളും 1000 പേര് കുറയാതെ വസ്ത്രങ്ങൾ എടുക്കാനായിട്ട് തയ്യാറായി വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു മെമ്പർക്കല്ല അതിന് ഗുണം കിട്ടുക, കൗണ്ടർ നടത്തുന്ന ആൾക്കല്ല ഗുണം. നമ്മുടെ 4,76,400 തൊഴിലാളികൾക്കും അതിൻ്റെ ലാഭവിഹിതം ലഭ്യമാകും. ആ രീതിയിലാണ് നമ്മുടെ പ്രവർത്തനം നടക്കുന്നത്. അപ്പൊ ഇനി വരുന്ന നമ്മുടെ ക്യാമ്പസ്, ടൈലറിംഗ് ക്യാമ്പസിൽ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നത്? 1 ഏക്കർ 20 സെന്റ് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. അതിന് ചുറ്റും അതിന് കെട്ടി കഴിഞ്ഞു, ഗേറ്റ് വെച്ച് കഴിഞ്ഞു, അതിന്റെ ബിൽഡിംഗ് പണിയാനുള്ള പ്ലാനുകൾ റെഡിയാക്കി കഴിഞ്ഞു. അല്ലേ? കഴിഞ്ഞില്ല? ആ രീതിയിലേക്ക് നമ്മൾ മാറി കഴിഞ്ഞ് വരും 2 വർഷത്തിനുള്ളിൽ ക്യാമ്പസിന്റെ പണി ചിലപ്പോൾ പൂർത്തിയാകും. 2 വർഷം പിന്നിട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 60,000-70,000 സ്ക്വയർ ഫീറ്റിലുള്ള ഏറ്റവും വലിയൊരു ക്യാമ്പസ് ആക്കി പണിയാനായിട്ട് നമ്മുടെ തൊഴിലാളികൾക്ക് അത് സാധിക്കും. അഭിനി കുമാരൻ, പ്രിയ രഘുനന്ദൻ, മേരി ഇഗ്നേഷ്യസ്, കലാദേവി മുരളി, ലൈജു വർഗീസ് എന്നിവർ സംസാരിച്ചു. അന്നമനട കീഴടൂർ മംഗലത്രിക്കോവിൽ ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് മോഷണം. ക്ഷേത്രത്തിന് പുറത്തുള്ള 2 ഭണ്ഡാരങ്ങളാണ് കുത്തിത്തുറന്നിട്ടുള്ളത്. ഭാരവാഹികൾ മാള പോലീസിൽ പരാതി നൽകി. കുഴൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം ഭക്തിസാന്ദ്രമായി കൊണ്ടാടി. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും തകിൽ, നാദസ്വരം, ചിന്തുപാലം എന്നിവയുടെ അകമ്പടിയോടുകൂടി ചെറു കാവടി സംഘങ്ങൾ ക്ഷേത്രാങ്കണത്തിലേക്കെത്തി. തുടർന്ന് വലിയ കാവടി നിറ നടന്നു. വൈകിട്ട് നടന്ന കാവടിയാട്ടത്തിൽ നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തി. CPIM കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം നടത്തി. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ നടത്തിയ പരിപാടി CPIM ഏരിയ സെക്രട്ടറി മുഷ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു. അഷ്റഫ് സബാൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി TP പ്രഭേഷ്, CV ഉണ്ണികൃഷ്ണൻ, TK മധു, റസോജ ഹരിദാസ്, KK രാധാകൃഷ്ണൻ, പ്രദീപ് പോളക്കുളത്ത്, വർഗീസ് നന്ദകുമാർ, TK ഗീത എന്നിവർ സംസാരിച്ചു.
കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ നടക്കുന്ന ദ്വിദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി ശനിയാഴ്ച വൈകിട്ട് നാടൻപാട്ടും കഥകളും എന്ന വിഷയത്തിൽ നാടൻപാട്ട് കലാകാരൻ സുധീഷ് ചന്ദ്രൻ ക്ലാസ് എടുത്തു. തുടർന്ന് കുഞ്ഞുവര കുത്തിവര എന്ന പേരിൽ കുട്ടികൾക്ക് ചിത്രരചനയിൽ പരിശീലനം നൽകി. അധ്യാപിക MK ഡൈനി, PTA പ്രസിഡന്റ് സന്ദേശ് നാരായണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത 66 ഉൾപ്പെട്ട മൂത്തകുന്നം പാലത്തിന് സുരക്ഷാ ഭീഷണിയെന്ന് ആക്ഷേപം. നിർമ്മാണം പുരോഗമിക്കുന്ന പാലത്തിന്റെ തൂണുകളിൽ ഒന്ന് താഴ്ന്നതായുള്ള വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. അന്നമനട മേലടൂരിൽ പത്രവിതരണക്കാരനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി റിമാൻഡിലേക്ക്. വലിയപറമ്പ് സ്വദേശി പനവടലി വീട്ടിൽ തപസ്വേലു എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിമാരക രാസലഹരിയായ ചൈന വൈറ്റ് ഹെറോയിനുമായി 2 പേർ കൊച്ചിയിൽ എക്സൈസ് പിടിയിലായി. 16 ഗ്രാം ഹെറോയിനും 1 ഗ്രാം MDMAയും 30 ഗ്രാം കഞ്ചാവും ഇവരിൽ നിന്ന് പിടികൂടി. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.